ഓട്ടം വലിച്ചെന്ന് ഇതിന്റെ ആവശ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞോളായിരുന്നു. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് സംഭവം എന്ന് അറിയുന്നത്. വെളുപ്പിന് വന്നതാ. റെയ്ഡാണെന്ന് അറിയായിരുന്നു. ഞാൻ മുമ്പ് ഓടിയിട്ടുള്ളത് ഈ ഓട്ടം, അത് മാത്രമേ അറിയായിരുന്നു. ഫ്രണ്ട് ഗ്ലാസ് പിടിച്ച് എല്ലാണ്ട് മൊത്തത്തിൽ കയറി വളഞ്ഞായിരുന്നു കയ്യിലും. പിന്നെ നമ്മുടെ മുൻപത്തെ CM ആയിരുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ ബസ്സിൽ നിന്ന് ED റെയ്ഡിന് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് CPMന്റെ വലിയൊരു പ്രക്ഷോഭം തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ അവകാശപ്പെടുന്ന CPM പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ED റെയ്ഡാണെന്നാണ്. ബേസിക്കലി നമുക്ക് കണ്ടാൽ എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇറങ്ങി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഇങ്ങനൊരു വലിയ റെയ്ഡ് വരുന്നെന്നുള്ളത് നമുക്ക് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള കാര്യങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ജനാധിപത്യമായിട്ടുള്ള ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാരും ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. കാരണം ED എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് തന്നെ, അതായത് നമ്മുടെ തന്നെ ഒരു എന്താ പറയുക, മണി ലോണ്ടറിങ്ങായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ്. അത് നമ്മുടെ തന്നെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. നമ്മുടെ ഇന്ത്യയുടെ തന്നെ പരമോന്നത പദവിയിൽ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അവരെ നമ്മൾ അക്രമം കൊണ്ട് നേരിടുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, അതൊരു ജനാധിപത്യ മര്യാദയല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി തന്നെ അദ്ദേഹം ഏതൊരു തെറ്റുകാരനാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു പോർട്രേറ്റാണ് നിങ്ങൾ നാട്ടിൽ സമൂഹത്തിന് കൊടുക്കുന്നത്. കാരണം അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് മറയ്ക്കാനാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതായിട്ടാണ്. കാരണം ഇതേ രീതി തന്നെയാണ് നിങ്ങൾ അതിനെ എന്താ പറയേണ്ടത്, അതിനെ ബാലൻസ് ചെയ്യേണ്ടിയിരുന്നിരുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് അദ്ദേഹം ഇതിനു മുമ്പ് മറ്റേ കൊടിയേരിയുടെ വീട്ടിൽ ED റെയ്ഡ് വന്നപ്പോഴും അദ്ദേഹം കൂളായിട്ട് അതിനെ കറക്റ്റായിട്ടുള്ള രീതിയിലാണ് ഹാൻഡിൽ ചെയ്തത്. അത് കണക്ക് തന്നെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത്. കാരണം നിങ്ങളുടെ നേതാവിന് ഭയങ്കര ഒരു ചീത്തപ്പേരായിരിക്കും കിട്ടാൻ പോണത്. ഇങ്ങനെയല്ല, അതായത് ജനാധിപത്യമായിട്ട് ഒരു CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഒരു ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന പാർട്ടികളാണ്. അങ്ങനെ പാർട്ടികൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല ഒരു വടിവാളും കൊണ്ട് നിൽക്കുന്ന ഒരു കുറ്റം ആരോപിക്കുന്ന ആളുടെ വീട്ടിലോട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ മുമ്പ് അയാൾ വടിവാളും കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വെട്ടാൻ ചെന്ന് കഴിഞ്ഞാൽ ഭൂരിഭാഗവും കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അദ്ദേഹം തെറ്റിയതെന്നൊന്നേ വിചാരിക്കത്തുള്ളൂ. അല്ലാതെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് കറക്റ്റ് ആകത്തില്ല. ജനാധിപത്യ മര്യാദ കൊണ്ട് തന്നെ ഏതൊരു പാർട്ടി നിങ്ങൾ എന്താ പറയുക, ജനങ്ങൾക്കൊരു നല്ല മെസ്സേജാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ അക്രമ രാഷ്ട്രീയം കൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല.